നമസ്കാരം. സീതാദേവിക്ക് ഇന്ദ്രനിൽ നിന്ന് ലഭിച്ച സഹായമാണ് പറയുന്നത്. രാവണൻ സീതയെ അപഹരിച്ച് ലങ്കയിൽ കൊണ്ടുപോയപ്പോൾ സീത സ്വയം കീഴടങ്ങുന്നതിനായി അശോകവനത്തിൽ രാക്ഷസിമാരോട് സീതയെ ഭീഷണിപ്പെടുത്താനും കുറേ ദിവസം ഭക്ഷണം പോലും നൽകാതിരിക്കാനുമായിരുന്നു രാവണൻ്റെ നിർദ്ദേശം. സീത ദുഃഖത്തിലും നിരാശയിലും അകപ്പെട്ടു. ഇത് കണ്ട ബ്രഹ്മദേവൻ സീതയുടെ അവസ്ഥയിൽ വ്യാകുലനായി. ഇന്ദ്രനോട് സഹായത്തിനായി മുന്നോട്ട് വരാൻ ആവശ്യപ്പെട്ടു. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ദ്രദേവൻ നിദ്രാദേവിയെയും കൂട്ടിക്കൊണ്ട് ലങ്കയിലേക്ക് പുറപ്പെട്ടു. ഇന്ദ്രൻ്റെ കയ്യിൽ ദിവ്യരസം നിറച്ച ഒരു കലശം ഉണ്ടായിരുന്നു. നിദ്രാദേവി അവിടെ കാവൽ നിൽക്കുന്ന രാക്ഷസന്മാരെയെല്ലാം ഉറക്കിക്കെടുത്തി. ഇന്ദ്രൻ ഒരു പാമ്പിൻ്റെ രൂപം സ്വീകരിച്ച് രാക്ഷസിമാരെ മറികടന്ന് സീതയുടെ അടുത്തെത്തുകയും യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തന്നെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ഈ ദിവ്യരസം ദേവി ഭക്ഷിക്കുന്ന പക്ഷം വർഷങ്ങളോളം വിശപ്പും ദാഹവും തോന്നുകയില്ല. ഇന്ദ്രൻ ദേവിയോട് പറഞ്ഞു. സീത വിശ്വാസത്തോടെ ആ ദിവ്യരസം സ്വീകരിക്കുകയും ഭക്ഷിക്കുകയും ചെയ്തു. ഇതുമൂലം സീതയ്ക്ക് അശോകവനികയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണമോ വെള്ളമോ കൂടാതെ ജീവനോടെ തുടരുവാൻ സാധിച്ചു. നന്ദി.